ശ്രീ രാഹുൽ ഈശ്വർ രാജാവിൽ നിന്നും പ്രജയിൽ നിന്നും വളരാത്ത ഒരു സഹമന്ത്രിയാണോ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ വിശാല മനസ്സുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, പ്രജകളുടെ കാര്യത്തിൽ ജാതിയുടെയോ മതത്തിന്റെയോ ഒരു കാര്യത്തിന്റെയും അതിർവരമ്പുകൾ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. എൻ്റെ ശമ്പളം രാജ്യസഭ MP ആയത് മുതൽക്കുള്ള ശമ്പളം പ്രജകളുടെ കഞ്ഞിപ്പാത്രത്തിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കുകയാണ്. എന്തൊരു വിശാല മനസ്സാണ്! അപ്പോൾ അതിനെ നമ്മൾ അങ്ങനെ എടുക്കണം. അങ്ങനെ വിശാല മനസ്സുള്ള രാജാവ് പക്ഷേ കലുങ്കിലിരിക്കുമ്പോൾ ഈ നിവേദനം നൽകാൻ എത്തുന്നവരുടെ നിവേദനത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് അറിയാതെ രാജാവിൻ്റെ സ്വഭാവം മാറിപ്പോകുന്നുണ്ട്. ഒരു നിവേദനം, ഒരു വയോധികൻ നിവേദനവുമായി വന്നപ്പോൾ വീടിൻ്റെ ആവശ്യമാണ്, അതങ്ങ് മുഖ്യമന്ത്രിയുടെ അടുത്ത് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. മറ്റൊരു വയോധികയായിരുന്നു, അവർക്ക് ഈ കരുവന്നൂർ ബാങ്കിൻ്റെ പണം ഒന്ന് കിട്ടാനുള്ളതായിരുന്നു, അപ്പോൾ എൻ്റെ നെഞ്ചത്തേക്ക് കയറിക്കോ എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയാണോ രാജാവ് പ്രജകളോട് സംസാരിക്കുന്നത്? രാജാവും പ്രജയും എന്നതിൽ ഒരു കുഴപ്പവുമില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ്. അപ്പോൾ അദ്ദേഹം ഏത് കാലത്താണ് ജീവിക്കുന്നത്, രാഹുൽ ഈശ്വർ? ശരി സ്മൃതിജി, 3 കാര്യങ്ങൾ ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കണം. ശ്രീ സുരേഷ് ഗോപി കഞ്ഞിപ്പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുക എന്നുള്ളതിൽ ഈ ഇട്ടുകൊടുക്കുക എന്നുള്ളത് നമ്മുടെ സ്മൃതിജിയുടെ കോൺട്രിബ്യൂഷനാണ്. കാര്യം അങ്ങനെ പറഞ്ഞാൽ മാത്രമേ സുരേഷ് ഗോപി അവരെ താഴെത്തട്ടിലുള്ള ആൾക്കാരായി കാണുന്നുള്ളൂ എന്നും അവർക്ക് മോശകരമായി താൻ തരുന്ന ഔദാര്യമാണെന്ന് ധ്വനിക്കുകയുള്ളൂ. ശ്രീ സുരേഷ് ഗോപി താൻ ശമ്പളം എടുക്കുന്നില്ല, കഞ്ഞിപ്പാത്രം എന്ന വാക്ക് ഉപയോഗിച്ചു എന്നുള്ള സത്യമാണ്. പക്ഷേ ഇട്ടുകൊടുക്കുക എന്ന് ഉപയോഗിച്ചാൽ മാത്രമേ സുരേഷ് ഗോപിയോട് ഒരു വിപ്രതിപത്തി തോന്നൂ എന്നുള്ളത് കൊണ്ടും ഒരു പക്ഷേ ചോദ്യരൂപേണ സ്മൃതിജി ചോദിച്ചതായിരിക്കാം. ഞാൻ അതിന് എതിർപ്പ് പറയുന്നില്ല. 2, ആദ്യം ശ്രീ ലാലിനും കൂടി ഒരു മറുപടി പറഞ്ഞിട്ട് തുടങ്ങാം. അതായത് മലയാള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നാണ് ഭരത്ചന്ദ്രൻ IPS. ആ ഭരത്ചന്ദ്രൻ IPSന്റെ കഥാപാത്രത്തിന് തെറ്റുണ്ടെന്ന് പറഞ്ഞാൽ പറയാൻ കഴിയും ഏക മറുപടി, ഇനി സിനിമ എടുക്കുമ്പോൾ AKG സെന്ററിൽ നിന്ന് തിരക്കഥ വെരിഫൈ ചെയ്ത് വാലിഡേറ്റ് ചെയ്ത് മേടിച്ച് അതിൽ ലെഫ്റ്റ് ലിബറൽ പൊളിറ്റിക്സിന്റെ എലിമെന്റ് ചേർക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സിനിമ എടുക്കാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ച് നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ സുരേഷ് ഗോപിയെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് സുരേഷ് ഗോപി െല്ലാം ദേഷ്യം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? പിന്നെ ശ്രീ ലാല് പറഞ്ഞ ഒരു കാര്യം വളരെ സത്യമാണ്. അദ്ദേഹത്തിന് അഭിനയിക്കാൻ അറിവ് വളരെ കുറവാണ്. പ്രത്യേകിച്ച് ജീവിതത്തിൽ അദ്ദേഹം ഒട്ടും അഭിനയിക്കാത്തൊരു വ്യക്തിയാണ്. സിനിമയിൽ ഗംഭീര പെർഫോമൻസ് ആണ്. അദ്ദേഹം ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടും, സന്തോഷം വന്നാൽ സന്തോഷം കാണിക്കും. രാഷ്ട്രീയക്കാരെ പോലെ എപ്പോഴും ഒരു പ്ലാസ്റ്റിക്കായ ചിരി ഒട്ടിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തിയല്ല സുരേഷ് ഗോപി. ചില സമയത്ത് ചൂടായി സംസാരിക്കും, ചില സമയത്ത് സന്തോഷം, ചില സമയത്ത് വിഷമം കാണിക്കും. അപ്പോൾ ഒരു പച്ച മനുഷ്യനായി സാധാരണ മനുഷ്യനായി ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അഭിനയം രാഷ്ട്രീയക്കാരുടെ അത്ര എന്തായാലും വരില്ല. നമ്മുടെ നേതാക്കളുടെ അത്ര അഭിനയപാഠം എന്തായാലും സുരേഷ് ഗോപിക്കില്ല എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇനിയും സ്മൃതി ചോദിച്ച ചോദ്യങ്ങൾക്ക് ആ ജാതിയുടെ പരാമർശം അടക്കമുള്ള മറുപടി ഞങ്ങളുടെ ഒരു പരിപാടിക്ക് വന്നാണ്. എന്റെ അമ്മയൊക്കെ ഇരിക്കുന്ന വേദിയിൽ കൂടെ വെച്ചാണ് ശ്രീ സുരേഷ് ഗോപി ബ്രാഹ്മണ പരാമർശം നടത്തിയത്. പ്രത്യേകിച്ച് എന്റെ മുത്തശ്ശൻ അടക്കമുള്ളവരെ റെഫർ ചെയ്തുകൂടാണ് നടത്തിയത്. എനിക്കെന്തായാലും അടുത്തൊരു ജന്മത്തിൽ ഭാരതകേസരി മന്നത്വനാൻ പറയുന്നത് പോലെ ഞങ്ങൾ നായരും ഈഴവനും പുലേനും നമ്പൂതിരിയും എല്ലാം ശ്രീനാരായണീയരാണ്. അദ്ദേഹത്തിന്റെ പാതയിൽ ജനിക്കണമെന്നുള്ളതാണ് സാധാരണ, അല്ലെങ്കിൽ എനിക്ക് ആഗ്രഹം. സാധാരണ ഹിന്ദുക്കൾക്ക് അങ്ങനെ ഉച്ചനീചത്വമില്ല. സുരേഷ് ഗോപി ഇന്ന് കൃത്യമായി മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാർക്ക് ബ്രാഹ്മണൻ, പ്രജ തുടങ്ങിയ കാര്യങ്ങൾ ചില മാധ്യമപ്രവർത്തകർക്ക് കേട്ടാൽ അവർക്ക് ആകെ ഒരു പൊല്ലാപ്പാണ് എന്ന്. നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമായി, സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഭാഗമായി വന്ന വാക്കുകളാണ്. പ്രജ, നമ്മുടെ ശിവൻകുട്ടി സാറ് ട്രോൾ ചെയ്തിട്ടുണ്ട്. പ്രജ മോഹൻലാലിന്റെ സിനിമയല്ലേ? പ്രജ എന്ന മോഹൻലാലിന്റെ സിനിമയും പ്രജാപതി എന്ന മമ്മൂട്ടിയുടെ സിനിമയും, പ്രജ എന്ന് പറഞ്ഞാൽ അവിടെ ജീവിക്കുന്ന ജനങ്ങൾ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. പ്രജാപതി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ അധിപൻ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അപ്പോൾ ഈ വാക്കുകൾ നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് അദ്ദേഹം ഫ്യൂഡലാന്ന് പറയുന്നതിന് അർത്ഥമുണ്ടോ? അദ്ദേഹത്തിന്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ ആദിവാസി ഊരിലെ രാജാവായ മന്നൻ രാജാവാണ്. സബ്ജക്ട് ടു കറക്ഷൻ. എനിക്ക് അദ്ദേഹത്തെ 1-2 പ്രാവശ്യം കണ്ടു പരിചയമേ ഉള്ളൂ. അദ്ദേഹത്തെ അവിടുത്തെ ഊരിലെ രാജാവെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ജനാധിപത്യമല്ലേ, ഭരണഘടനയല്ലേ? ഉദ്ദേശിക്കുന്നത് ഇരുത്തിയത് മഹാമനസ്കത എന്നാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? ആര് പറഞ്ഞു? അങ്ങനെ പറഞ്ഞേ ഇല്ല. എടുത്തു പറഞ്ഞതിന്റെ അർത്ഥം അവിടെ ഇരിക്കുന്ന ആളെ ആദിവാസി ഊരുകൾ രാജാവെന്നാണ് അഡ്രസ് ചെയ്യുന്നത്. ഞങ്ങളടക്കം അദ്ദേഹത്തെ കാണുമ്പോൾ ആദിവാസി രാജാവെന്നോ ഊരിലെ രാജാവെന്നോ അഡ്രസ് ചെയ്യുന്നത്. മഹാത്മാഗാന്ധി മഹാത്മാ അയ്യങ്കാളിയെ കണ്ടപ്പം പുലേ രാജാവെന്നാണ് അഡ്രസ് ചെയ്തത്. അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി വരുന്ന വാക്കുകളാണ്. മഹാത്മാഗാന്ധി ജാതിവാദിയാണോ? മഹാത്മാ അയ്യങ്കാളിയെ കാണുമ്പോൾ പുലേ രാജാവെന്ന് അഡ്രസ് ചെയ്യാൻ മഹാത്മാഗാന്ധി ജാതിവാദിയായിട്ടാണോ? നമ്മുടെ പിന്നോക്ക ജനവിഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ എല്ലാം നായകനായി വന്ന ആളാണ് മഹാത്മാ അയ്യങ്കാളി. വില്ലുവണ്ടി യാത്രയിലൂടെ അടക്കം കേരളത്തിൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ നടത്തിയ ആളാണ്. അപ്പൊ ആ ആദിവാസി ഊരിലെ മന്നൻ രാജാവ് അടക്കം അടുത്ത് നിൽപ്പുണ്ട്. ഇനി ഒരു കാര്യം കൂടെ, നായരായ സുരേഷ് ഗോപിയുടെ തലയിലല്ല, അല്ലെങ്കിൽ അവിടുത്തെ ബ്രാഹ്മണ പൂജാരിയുടെ തലയിലല്ല കിരീടമുള്ളത്, അവിടുത്തെ ആദിവാസി മന്നൻ രാജാവിന്റെയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചില വാക്കുകളെ മാത്രം എടുത്ത് പൊളിറ്റിക്കലി കറക്റ്റായി നമ്മൾ സംസാരിക്കുന്ന അർത്ഥമില്ല. സുരേഷ് ഗോപി പൊളിറ്റിക്കലി കറക്റ്റ് അല്ല, പക്ഷെ അദ്ദേഹം എത്തിക്കലി കറക്റ്റ് ആണ്, ധാർമ്മികപരമായി ശരിയാണ്. ഈ രാഷ്ട്രീയത്തിന്റെ കപട സദാചാരവാദ രാഷ്ട്രീയം പുള്ളിക്കില്ല, പക്ഷേ എത്തിക്കലി കറക്റ്റ് ആണ്. 2 കലുങ്ക് വൻ വിജയമാണ്.
കലിങ്ക് പോകുന്നിടത്തെല്ലാം ജനപങ്കാളിത്തം കൊണ്ടും കലിങ്ക് പോകുന്നിടത്തൊക്കെ വാർത്തയാവുന്നുണ്ടോ എന്ന് പറഞ്ഞ സത്യമാണ് രാഹുൽ ഈശ്വർ? കലിങ്ക് വൻ വിജയമാണെന്നോ? തീർച്ചയായും വൻ വിജയമാണ്. വിജയം എന്നല്ല, വാർത്തയാവുന്നുണ്ട്. നിവേദനം കൊടുക്കാൻ പോകുന്ന വയോധികരോട് കയർത്ത് സംസാരിച്ചുകൊണ്ട് അത് നല്ല ചോദ്യമാണ്. അതിൽ ഒരു മറുപടി പറഞ്ഞോട്ടെ. അതിൽ ശ്രീ നരേന്ദ്രമോദി ഗംഭീരമായിട്ടൊരു മറുപടി ഇപ്പൊ അല്ല, വർഷങ്ങൾക്ക് മുമ്പ് പറയുന്നുണ്ട്. ഇന്ത്യ എന്ന് നന്നാവും എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന ഉത്തരം എന്താ അറിയാമോ? എപ്പോൾ രാഷ്ട്രീയക്കാർ നോ പറയാനും എപ്പോൾ IAS-കാർ യെസ് പറയാനും പഠിക്കുമ്പോൾ ഇന്ത്യ നന്നാവുമെന്നാണ് ഒരു പഴയ കോൺഗ്രസ് നേതാവിനെ കോട്ട് ചെയ്താ പറയുന്നത്. ഈ നമ്മൾ കൊടുക്കുന്ന എല്ലാ നിവേദനങ്ങൾക്കും ചിരിച്ചോണ്ട് നോക്കിക്കോളാന്ന് പറഞ്ഞ് പിന്നെ തിരിഞ്ഞു നോക്കാത്ത രാഷ്ട്രീയക്കാരെയാണോ വേണ്ടത്? നിവേദനം മേടിച്ചിട്ട് ഇത് എനിക്ക് ചെയ്യാവുന്ന ഒരു കാര്യമല്ല കേട്ടോ, ഇത് ഇവിടെ ചെയ്യേണ്ടതാണ്, ഞാൻ എന്നാലും പറയാൻ നോക്കാം എന്ന ഒരു വാചകത്തിനും ഇത് എനിക്ക് എടുക്കാൻ പറ്റില്ല, ഇത് എനിക്ക് തരണ്ട എന്ന് പറയുന്ന ഒരു വ്യത്യാസമുണ്ട് രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വർ എന്നാ പിന്നെ കലിങ്ങിരിക്കണ്ടെന്നേ സിംഹാസനത്തിൽ വേറെ എവിടെയെങ്കിലും പോയിരുന്നാ പോരെ? അല്ല, അങ്ങനെയല്ല. ഇങ്ങനെയുള്ള വേറൊരു നേതാവും കൊണ്ട്, നന്മയുള്ള നേതാവ്, എനിക്ക് നേരിട്ട് അറിയാവുന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാരനായ G. സുധാകരൻ സാർ, അദ്ദേഹത്തിന് റിക്വസ്റ്റ് കൊണ്ട് കൊടുത്താൽ താരതമ്യമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ ഈശ്വർ. G. സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ വാചകം ഒന്നും വരില്ല. G. സുധാകരൻ നല്ല രാഷ്ട്രീയ ബോധമുള്ള നേതാവാണ്. ഇങ്ങനത്തെ താരതമ്യം നടത്തണ്ട. പക്ഷേ നമ്മളോട് പ്ലീസിംഗ് ആയിട്ട്, പീപ്പിൾ പ്ലീസർ ആയിട്ട് കള്ളം പറയുന്ന പ്ലീസിംഗ് ആയി സംസാരിക്കുന്നതിനെ കുറിച്ചല്ല രാഹുൽ ഈശ്വർ ഇപ്പോൾ പറഞ്ഞത്. അദ്ദേഹം വിനീത വിധേയനായി ജനങ്ങൾക്ക് മുന്നിൽ നിൽക്കണമെന്നല്ല പറഞ്ഞത്. അദ്ദേഹം രാജാവും ബാക്കിയുള്ളവർ പ്രജകളും എന്ന രൂപത്തിൽ അദ്ദേഹം അഭിനയിക്കുന്നതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ശ്രീമതി സ്മൃതി പരുത്തിക്കാട് തീരുമാനിച്ചോ സുരേഷ് ഗോപി രാജാവാണെന്ന്? സുരേഷ് ഗോപി രാജാവാണെന്ന് ശ്രീമതി സ്മൃതി പരുത്തിക്കാട് പറയുന്നത് അദ്ദേഹത്തോട് പ്രജകൾക്ക് അങ്ങോട്ട് ശമ്പളം ദാനം ചെയ്യുന്നത് ആരാണ്? ഒരു സഹമന്ത്രി. ഈ സഹമന്ത്രിക്ക് എത്രത്തോളം അധികാരമുണ്ട്? അതും അവിടെ ഒരു വിഷയമാണല്ലോ. Debate with Smriti Parathikkad.